ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എന്നോട് ഒന്നും ചോദിക്കുകയൊന്നും ചെയ്തില്ല ഇ ഡി എന്നുള്ള കാര്യം. അതിനെ തുടർന്ന് അത് അന്വേഷണം അപ്പോൾ അത് വീണ ടിക്കെതിരെയാണ് എന്ന് തന്നെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായതുമാണ്. രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ നിയമപരമായി പ്രതിരോധിക്കേണ്ടത് വീണയാണ്, അത് CPM അല്ല. രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ അടുത്ത വഴികൾ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ആലോചനയുണ്ടോ ശ്രീജിത്ത്? രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ അടുത്ത വഴികൾ എന്താണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആലോചിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ED റെയ്ഡ് കേരളത്തിലെ 12 ഇടങ്ങളിൽ, അതിൽ പിണറായി വിജയന്റെ 2 വീടുകളടക്കം നടന്നപ്പോൾ ഉണ്ടായ ആ പ്രക്ഷോഭത്തിന്റെ വേലിയേറ്റം തുടർ ദിവസങ്ങൾ ആവർത്തിച്ചില്ല. ബ്രാഞ്ച് തലം മുതൽ പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുമെന്ന് CPIM പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ ആ പ്രക്ഷോഭത്തിന്റെ തീ അണഞ്ഞുപോയി എന്നാണ് നമ്മൾ കണ്ടത്. അതിന് കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടന്ന അക്രമ പ്രവർത്തനങ്ങളോടുകൂടി അത് ആ ഒരു പ്രക്ഷോഭം ചോദ്യം ചെയ്യപ്പെട്ടു എന്നതാണ് അതിൻ്റെ വസ്തുത. മാത്രമല്ല, പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ചോദിച്ചില്ല, താൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അവർ മറ്റു കാര്യങ്ങളാണ്, അവിടെ വീണയോടാണ് കാര്യങ്ങൾ തിരക്കിയെന്ന കാര്യം പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരോപണം നേരിടുന്ന വ്യക്തി വീണ തൈക്കണ്ടിയാണെന്നും അത് അവർ നടത്തിയ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ കാര്യത്തിലാണെന്നും എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CPM അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യം അവിടെയുണ്ട്. പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ എന്നതാണ് CPIMന്റെ വാദം. എന്നാൽ പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളും ചോദിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ അല്ല ശ്രീത്ത്, അന്ന് ശ്രീത്തിന് ഓർമ്മയുണ്ട്, MP ഗോവിന്ദൻ അന്ന് ആ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അച്ഛനായി എന്നതിന്റെ പേരിൽ പിണറായിക്കെതിരെ കേസെടുക്കാനാവില്ല എന്നടക്കം പറഞ്ഞിരുന്നു. അന്ന് CPM സംശയിച്ചത് ഇത് അടുത്ത ഘട്ടത്തിൽ പിണറായി വിജയനെതിരെ കൂടി കേസെടുക്കാനുള്ള നീക്കമുണ്ടോ എന്ന കാര്യം. അതാണ് പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചില്ല എന്നതിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അത്തരത്തിലെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഇനി ഈ കേസ് രാഷ്ട്രീയമായി CPM എന്തിന് പ്രതിരോധിക്കണം എന്ന ചോദ്യം ഈ ദിവസങ്ങളിൽ കൂടുതൽ മുഴക്കത്തോടെ ഉയരുന്നില്ലേ ശ്രീജിത്ത്? തീർച്ചയായും അന്ന് CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവൈലബിൾ സെക്രട്ടറി യോഗം ചേർന്ന ശേഷമാണ് അന്ന് മാധ്യമങ്ങളെ കണ്ടത്. ആദ്യപടിയായി വീണ തൈക്കണ്ടിയെയും പിന്നീട് പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനിലേക്കും എത്താനുള്ള ഒരു നീക്കമാണ് ED ഈ പരിശോധനയിലൂടെ മറ്റും നടത്തുന്നത് എന്ന ആരോപണമായിരുന്നു മുന്നോട്ട് വച്ചത്. എന്നാൽ പിണറായി വിജയനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ മൊഴിയെടുക്കുകയോ പോലുള്ള ഒരു നടപടിയിലേക്കും ED കടന്നിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് CPM സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അധികാരം, ആ ഒരു പ്രിവിലേജ് ആണ് ഈ മാസപ്പടി ഇടപാടിന് ആധാരമായത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. അത് ആക്ഷേപമല്ല, മറിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ CMRൽ സഹായിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് വീണയുടെ കമ്പനിക്ക് അവരുടെ കമ്പനി ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു സാമ്പത്തിക സഹായം എല്ലാ മാസവും നൽകുന്നു. അതിനൊരു കരാറുണ്ടാക്കുന്നു. ആ കരാറുമായി ബന്ധപ്പെട്ട് ഒരു സേവനവും സ്വീകരിക്കുന്നില്ല, കമ്പനി സേവനം വിട്ടുകൊടുക്കുന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു സേവനം വിട്ടുകൊടുക്കാതെ പണം പറ്റുന്നത് ലെജിറ്റിമേറ്റ് ആവുന്നത്? അതിനുവേണ്ടിയാണ് നികുതി അടയ്ക്കുന്ന പോലുള്ള നടപടികൾ നടത്തിയത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ CPM ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന അനന്തര നടപടികൾ എന്താണെന്ന കാര്യം വലിയ രാഷ്ട്രീയ ആകാംക്ഷയായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് CPM ആ കേസിൽ വീണ ടി CMR ED കേസിൽ രാഷ്ട്രീയ പ്രതിരോധം CPM? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.